Hi all. Today I just want to discuss about neurodiverse brain and neurotypical brain. ഏറ്റവും കൂടുതൽ പേരൻസ് കൺസേൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയേഴ്സ് കാണിക്കുന്നത്? ഇവിടെ കാണാൻ വരുന്ന എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും. ഏതർ ഫ്ലാപ്പിംഗ് അല്ലെങ്കിൽ റോക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസിങ് സം സൗണ്ട്സ് ആൻഡ് ടേക്കിംഗ് തിങ്സ് ടുവേർഡ്സ് ദ ഐസ്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കാണിക്കുന്നത്? വൈ ദേ ആർ ഡൂയിങ് സോ? സോ കുട്ടികളെ സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയേഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യാനുള്ള ഒരു റീസൺ, കുട്ടികൾക്ക് സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള ഹയർ റിസോഴ്സിലേക്കുള്ളൊരു ആക്സസ് ഒരിക്കലും ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കില്ല. സോ ബ്രെയിനിലേക്കുള്ളൊരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യാതെ ഈ ഒരു ഇഷ്യൂ ഒരിക്കലും നമുക്ക് ഫിക്സ് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ കഴിയില്ല. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്ര ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന സൗണ്ടുകൾ കേൾക്കാം. ഫാൻ കറങ്ങുന്ന ആയിക്കോട്ടെ, ലാപ്ടോപ്പിൻ്റെ ആയിക്കോട്ടെ, പുറത്ത് സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ ആയിക്കോട്ടെ, ആരെങ്കിലും നമ്മുടെ അടുത്തോടെ പാസ് ചെയ്താൽ അവരുടെ ഒരു പ്രസൻസ് ആയിക്കോട്ടെ, സ്മെല്ലായിക്കോട്ടെ, നമ്മളിപ്പോൾ ഇരിക്കുന്ന റൂമിൻ്റെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സെക്കൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് ലഭിക്കുന്നുണ്ട്. സോ നമ്മുടെ ബ്രെയിൻ എന്തായിരിക്കും ചെയ്യുക? ആ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തിട്ട് ഇറ്റ് മേക്ക് എ സെൻസ് ഔട്ട് ഓഫ് ഇറ്റ്.